നമസ്കാരം. സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരണം പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജനപ്രിയ ബജറ്റ് തന്നെയാണ് ധനമന്ത്രി വ്യാഴാഴ്ച അവതരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ക്ഷേമ പെൻഷനും തൊഴിലുറപ്പ് വിഹിതവും വിവിധ ആരോഗ്യ ഇൻഷുറൻസും അടക്കം പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്നതായിരുന്നു ബജറ്റ്. ക്ഷേമ പെൻഷനായി അടുത്ത വർഷത്തേക്ക് 14,500 കോടി രൂപ നീക്കിവെച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി അധിക തുകയും വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടി പ്രഖ്യാപിച്ചാണ് ബജറ്റ് പ്രഖ്യാപനം ആരംഭിച്ചത് തന്നെ. അംഗൻവാടി വർക്കർമാർക്കും ആശാ വർക്കർമാർക്കും സാക്ഷരതാ പ്രേരകമാർക്കും പ്രതിമാസ ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. കേരളിന് പകരം RRTS അതിവേഗ പാതയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ബജറ്റ് പ്രസംഗത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി വകയിരുത്തിയിട്ടുമുണ്ട്. MC റോഡ് വികസനത്തിന് 5,217 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സയടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളാൽ സമൃദ്ധമാണ് ബജറ്റ്. സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ ആനുകൂല്യങ്ങളോടെ ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കും. പദ്ധതിയിൽ സഹകരണ വകുപ്പ് ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തും. ക്യാൻസർ എയ്ഡ്സ് രോഗികളുടെ പെൻഷൻ 1000 രൂപ ഉയർത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് വഴിയുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് 30 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റാണ് കണ്ടത്. പതിവിന് വിപരീതമായി വോട്ട് ഓൺ അക്കൗണ്ടിന് പകരം ഒരു പൂർണ്ണ തോതിലുള്ള ബജറ്റാണ് ഇക്കുറി സർക്കാർ അവതരിപ്പിച്ചത്. സർക്കാർ ജീവനക്കാരുടെ DA പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ജനപ്രിയ വാഗ്ദാനങ്ങൾക്കപ്പുറം കൃത്യമായ നയരേഖയുടെ അഭാവം ബജറ്റിൽ മുഴച്ചു നിൽക്കുന്നതായി വിമർശനമുയർന്നേക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ടായി 3,236.76 കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത്. സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ 28.5% തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് വകയിരുത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അംഗങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും ഇക്കുറി തീരുമാനമുണ്ട്. വയോജന സംരക്ഷണത്തിനായി എൽഡർലി ബജറ്റും ഇക്കുറി വിഭാവനം ചെയ്യുന്നുണ്ട്. SIR ആശങ്കകളെ മുന്നിൽ കണ്ട് പ്രത്യേക നേറ്റിവിറ്റി കാർഡ് പദ്ധതി കേരളം വിഭാവനം ചെയ്യുന്നുണ്ട്. നേറ്റിവിറ്റി കാർഡ് പദ്ധതിക്ക് 20 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. കുട്ടികൾക്കും അസംഘടിത തൊഴിലാളികൾക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഹരിത കർമ്മസേനയ്ക്കും ഇൻഷുറൻസ് പരിരക്ഷ ബജറ്റിൻ്റെ വാഗ്ദാനമായിട്ടുണ്ട്. മൺപാത്ര നിർമ്മാണ മേഖലയ്ക്ക് 1 കോടിയും വനിതാ സ്കിൽ സെൻ്ററുകൾക്ക് 20 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന മൂല്യവർദ്ധിത യൂണിറ്റുകൾ വ്യാപകമാക്കാൻ 10 കോടി. കരകൗശല മേഖലയ്ക്ക് 4.3 കോടി. നെയ്ത്തുകാർക്ക് സഹായം നൽകാൻ 59 കോടി. ലൈഫ് സയൻസ് പാർക്കിന് 35 കോടി. സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള പ്രവർത്തന സജ്ജമാക്കാൻ 10 കോടി എന്നിങ്ങനെയും നീക്കിവച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിന് 1,128 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. പ്രൈമറി സ്കൂൾ മുതൽ ഹെൽത്തി കിഡ്സ് എന്ന പുതിയ പദ്ധതിക്ക് 7.5 കോടി രൂപ നീക്കിവെച്ചു. സർക്കാർ കോളേജുകളിൽ ഡിഗ്രി തലം വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ടുണ്ട്. യുവജന ക്ലബ്ബുകൾക്ക് 10,000 രൂപ ധനസഹായവും വാഗ്ദാനമായിട്ടുണ്ട്. പഞ്ചായത്ത് തല സ്കിൽ കേന്ദ്രങ്ങൾക്ക് 20 കോടി. സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിന് 8 കോടി. സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പദ്ധതികൾക്കായി 38.76 കോടി എന്നിങ്ങനെയും നീക്കിവെച്ചത് കാണാം. ശബരിമല മാസ്റ്റർ പ്ലാൻ വിഹിതമായി 30 കോടിക്ക് പുറമെ പമ്പാ നദി ശുചീകരിക്കാൻ 30 കോടിയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് പാക്കേജിന് 50 കോടിയും വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 1000 കോടിയും മാറ്റിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലേക്ക് വന്നാൽ നെല്ല് സംഭരണത്തിനായി 150 കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. വന്യജീവി ആക്രമണം നേരിടാൻ 100 കോടി അധികം അനുവദിച്ചു. കുട്ടനാട് വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിക്ക് 60.5 കോടി. കശുവണ്ടി മേഖലയ്ക്കായി 56 കോടി. കേര പദ്ധതിക്ക് 100 കോടി. ക്ഷീരവികസനത്തിന് 128.5 കോടി. പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ലബോറട്ടറികൾക്കായി 8 കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. VS അച്യുതാനന്ദൻ, അയ്യ വൈകുണ്ഠസ്വാമി എന്നിവർക്കായുള്ള സ്മാരകങ്ങളും ബജറ്റിൽ ഇക്കുറി ഇടം നേടിയിട്ടുണ്ട്. 2016 സംസ്ഥാനത്തെ സാമ്പത്തിക സാഹചര്യം അതീവ ഗൗരവതരമാണെന്ന് ധവളപത്രം ഇറക്കിയത് LDF സർക്കാരാണ്. കഴിഞ്ഞ 5 മാസമായി സംസ്ഥാനത്തെ ട്രഷറി നിയന്ത്രണം ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. എന്നാൽ കേരളത്തിൻ്റെ എല്ലാ മേഖലയും ന്യൂ നോർമൽ എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യാഴാഴ്ച ബജറ്റ് അവതരണം പൂർത്തിയാക്കുന്നത്. കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി ആരോപിക്കുന്നുണ്ട്. കേന്ദ്ര ആനുകൂല്യം വാങ്ങാൻ കേരളത്തിന് ഒത്തൊരുമയില്ല. കേരളം കടം കയറി തകർന്നുവെന്ന് കാര്യഗൗരവമുള്ള ആരും പറയില്ല. കേരളത്തിൻ്റെ പൊതുകടം കുറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ കടം താങ്ങാനാവുന്ന പരിധിയിലാണെന്നും കെ.എൻ. ബാലഗോപാൽ പറയുകയാണ്. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ ശേഷിക്കെ ഇത്തരമൊരു ബജറ്റിന് എന്താണ് പ്രസക്തി എന്ന ചോദ്യം ബാക്കിയാണ്. എങ്കിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് മുൻപിൽ വെക്കാനുള്ള ഒരു നയരേഖ കൂടിയായാണ് ബജറ്റിനെ കാണുന്നതെന്നാണ് വ്യക്തമാകുന്നത്. വരാനിരിക്കുന്ന സർക്കാരിന് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണ് ബജറ്റെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വിമർശനം.
പദ്ധതി തുകയുടെ പകുതി പോലും ചെലവഴിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാരാണിത്. വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാർ അടിമുടി പരാജയമാണെന്നും പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും രാജ്യത്ത് വിലക്കയറ്റത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ശമ്പളവും ക്ഷേമ പെൻഷനും നൽകാൻ പോലും പണമില്ലെന്ന് 10 വർഷം മുമ്പ് പറഞ്ഞ ഇടതുമുന്നണിയും സർക്കാരും നിലവിലെ സാഹചര്യത്തെ ന്യൂ നോർമൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് പുതിയ സാഹചര്യം. കടം വാങ്ങി പലിശ കൊടുത്ത് പിടിച്ചു നിൽക്കുന്ന സാഹചര്യം. അത് സാധാരണവൽക്കരിക്കപ്പെട്ട് അംഗീകരിക്കപ്പെടുന്നുവെന്നതാണ് സാരം.